പറയാനില്ല. എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ, എന്ത് പറയാനാ, പാവം. സോ ഞാൻ പുള്ളിക്കാരത്തെ കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല. കാരണം എന്താ നിങ്ങൾ തമ്മിലുള്ള ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ, അതുകൊണ്ട് പുള്ളിക്കാരത്തി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷം വരാറുണ്ട്, മോനെ കാണാൻ പറ്റാറില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ്. അതായത് 2018 പുള്ളിയാണ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്നിട്ട് അത് മറച്ചു വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ. എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ മാറി വേറെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടി എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. എൻ്റെ അച്ഛനും ഉണ്ട്. അച്ഛൻ ട്രിവാൻഡ്രത്താണ്, ഇടയ്ക്ക് ഇവിടെ വന്നും പോയിരിക്കുകയാണ്. പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്ര മോശമായിട്ട് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം ഭാര്യയാണ്, എന്ത് തന്നെ ഇരിക്കട്ടെ, ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ്, സാരമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹി സോ ഇമേജ് കോൺഷ്യസ്. സിബിനും ആര്യയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റിന് ശേഷം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് സിബിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ആ ഒരു സമയത്ത് വന്ന വീഡിയോസും കാര്യങ്ങളുമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ ഒരു സിബിനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സൈബർ ബുള്ളിങ് ഒക്കെ വരുവാണ്. കാരണം ആ ഒരു സമയത്ത് തൻ്റെ വൈഫ് വേറൊരു വ്യക്തിയുടെ കൂടെ പോയി തന്നെ തനിച്ചാക്കിയിട്ട് പോയി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വൈഫ് റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു സിബിൻ തന്നെയാണ് തന്നെ അവിടെ കൊണ്ട് തൻ്റെ വീട്ടിലാക്കിയത്, അല്ലാതെ ഞാൻ എവിടെ ഒളിച്ചോടി പോയതോ ഒന്നും തന്നെയല്ല എന്ന് പറഞ്ഞ് അന്നൊരു വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. റിപ്ലൈ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്ന. സിബിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം കുറേയധികം പേര് കമൻസ് ചോദിക്കുന്ന ഒരു കാര്യം, ഇനി ആരെയും പറ്റിക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറേയധികം പേര് കമൻസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവരുടെ കല്യാണം, ആര്യയുടെയും സിബിൻ്റെയും കല്യാണം ഉടനെ തന്നെ കാണുമെന്നാണ് ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിബിൻ ഇനി വഞ്ചിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കുറേയധികം പേര് കമൻസിലൊക്കെ ചോദിക്കുന്നത്. ആദ്യ ഭാര്യയോട് തന്നെ ഇങ്ങനെ പെരുമാറിയെങ്കിൽ ഇപ്പോൾ ആര്യയോട് എങ്ങനെ പെരുമാറും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്നിരുന്നാൽ പോലും അത് അവരുടെ ലൈഫാണ് എന്നുള്ളൊരു കാര്യമാണ്. അവരെടുത്ത തീരുമാനങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം എന്നുള്ളത് കാരണം കൊണ്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തത്. അവരത് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ജീവിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത്. കുറേയധികം പേര് ഈ ഒരു കാര്യത്തിൽ വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സിബിനെയും അതുപോലെ തന്നെ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആരുടെയും ജീവിതം അടുത്തറിയണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ റിയലായിട്ട് അവരുടെ കൂടെ ജീവിക്കുകയൊന്നും തന്നെ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് അറിയണമെന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിബിനെതിരെ വരുന്ന നെഗറ്റീവ് കമൻസൊക്കെ എത്രമാത്രം ലോജിക്കാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.